ഹലോ ഗൈസ്, നമ്മളിപ്പോൾ മാറ്റിയൊരുങ്ങിപ്പോണത് ഒരു വെഡിങ് റിസപ്ഷനാണ് കേട്ടോ. ആ പെണ്ണിൻ്റെ മെലാജ് കണ്ട് ആരും ഞെട്ടണ്ട, തലേ ദിവസം ഒരു ഒപ്പന കൂടിയതാണ്. നമ്മളെ ഈ ചുട്ടനാണെങ്കിലോ ഫുള്ള് കൺഫ്യൂഷനിൽ ഈ മാറ്റിയൊരുങ്ങി പോണതൊക്കെ എങ്ങോട്ടാന്ന് ആലോചിച്ചിട്ടാവും. ആലോചിച്ച് അവസാനം ഓനങ്ങോട്ട് ഉറങ്ങിപ്പോയിട്ടോ. തിരിച്ചുകൊണ്ട് നോക്കിയപ്പോഴോ ഈ ഷൂട്ടി അടക്കടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ പറഞ്ഞും കളിച്ചും ചിരിച്ചും ഞങ്ങളിതാ ഈ ഓഡിറ്റോറിയത്തിൽ അങ്ങോട്ട് എത്തി. ഉറങ്ങിക്കിടക്കണേ ഈ ഷൂട്ടിനെ അവർക്ക് ഹർഷദീദി അവിടെ കാത്തിക്കണ്ടേനി. കൂട്ടത്തിൽ എല്ലാവരും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി ഞങ്ങളങ്ങനെ മുന്നോട്ട് നടന്നു. ഒരു കസാരയുടെ വെറുതെ കിടക്കണാണ്. അപ്പോൾ നമ്മളെ ഈ ലൂട്ടനോട് ഓടിക്കേറി. ഞാൻ ഇവിടുന്ന് നീക്കിയിട്ട് അവിടെ തന്നെ ഇരുന്നോളാം തന്നെ. പിന്നെ ഒരു വിധത്തിൽ ഓനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഓനും കൂട്ടി അങ്ങോട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ പോയി. കയറി പാട്ടിൽ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ ഫുള്ള് ക്രൗഡും. കല്യാണത്തിന് വന്ന ചെക്കൻ്റെ പെണ്ണിനെ ഒന്ന് കാണണമല്ലോ. നോക്കിയപ്പോൾ സ്റ്റേജിൽ മൊത്തം ആൾക്കാരില്ല. ഏതാ ചെക്കൻ്റെ പെണ്ണ് നമുക്ക് മനസ്സിലായില്ല കേട്ടോ. ഒക്കെ കഴിഞ്ഞ് നമ്മളെ ടീംസിൻ്റെ മുഖത്ത് നോക്കിയപ്പോഴോ എല്ലാവരുടെ കൈമിൽ ഐസ്ക്രീം. എല്ലാവരും ഐസ്ക്രീമൊക്കെ തിന്ന് അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ പുറത്തേക്ക് തലയിട്ടൊക്കെയപ്പോഴോ ഫുള്ള് മഴ, പെരും മഴ. നമുക്ക് ഭാഗ്യമുണ്ട്, എന്തായാലും നമ്മൾ മയക്ക് വേണ്ടി എത്തിക്കണേ. അങ്ങനെ ഈ മഴയൊക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ നല്ല രസമായി വിചാരിച്ച് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ കണ്ട് നടന്നത്. അതിൻ്റെ വാതിക്കലെത്തിയപ്പോൾ നമ്മളെ ചെക്കൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം ആണെന്ന്. എന്നാൽ പിന്നെ കുറച്ച് ഐസ്ക്രീം ആക്കി കൊടുത്തപ്പോഴോ അത് വെള്ളാക്കി കളിക്കില്ലേ ഓൻ്റെ പ്രധാന ഹോബി തന്നെ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ മൂത്ത ഈസോനൊന്ന് കുറച്ച് അലീസാണ്ട് കൊടുത്ത്. ഓൻ തിന്നൂല എന്നൊക്കെ പറഞ്ഞ് വാശി എടുക്കുന്നുണ്ട്. എന്നാലും നിർബന്ധിച്ച് 2 സ്പൂണോട് കൊടുത്ത് മൂത്തൻ്റെ പരിപാടി അവിടെ അവസാനിപ്പിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡാണ് കഴിക്കാൻ വേണ്ടി കയറി. നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു. അതൊക്കെ നല്ല വേറെ നിറച്ച് കഴിച്ച് ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴോ മഴക്കാട് ചോർന്നിക്കണം കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേനും ചെക്കനും പെണ്ണും നമ്മളോട് അടുത്ത് എത്തിക്കണം കേട്ടോ. ഓലെ കൂട്ടാണ്ട് പോയോണ്ടാവും ആ വിഷമങ്ങൾക്ക് നല്ലോണം ഉണ്ട്. കുറേ കരഞ്ഞും തീർത്ത് കുറേ ചിരിച്ചും ചേർത്ത് അങ്ങനെ രണ്ടാളും ഇന്നോട് മിണ്ടുന്നില്ല ഇനി കുറച്ച് നേരത്തിന്. പിന്നെ ഓൾക്ക് അങ്ങോട്ട് സങ്കടമായി. ആ സങ്കടം കണ്ട് മാറ്റിയെടുക്കാൻ കുറച്ച് നേരം അങ്ങോട്ട് എടുത്തിട്ടോ. മൂത്തക്കാണെങ്കിൽ അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന്. എന്നാൽ പിന്നെ ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ചെക്കന്മാർ അവിടുന്ന് സമ്മതിക്കണില്ലേ കേട്ടോ. ഓലെക്കൊണ്ട് കഴിയുന്ന കുരുത്തക്കിടക്കും ഓല അവിടുന്ന് കളിച്ച് കൂട്ടുന്നുണ്ട്. അതിൻ്റെ പുറമെ നമ്മളെ ഇസാനും ഓനെക്കൊണ്ട് പറ്റുന്ന കോൺട്രിബ്യൂഷനൊക്കെ ഓന് നടത്തിയിട്ടോ. ഇഷ്മോളാണെങ്കിലും വിട്ടുകൊടുത്തില്ല. ഇഷ്മോൾ പറഞ്ഞു ഓക്കും അതിൻ്റെ മുന്നേ നിൽക്കണമെന്ന്. എന്നാൽ പിന്നെ ഓളെ പൂതിയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് മതി മൂത്ത ഫോട്ടോ എടുക്കലെന്ന് പറഞ്ഞപ്പോൾ മൂത്ത ആണ് മാറി നിർത്തിട്ടു. ആ ദേശത്തിൽ മൂത്താണെങ്കിൽ ഒരു പൂ കാണിച്ച് മാനസികമായിട്ട് ഈ ഷൂട്ടിനെ കുറേ വെറുപ്പിച്ചിട്ടോ. ഈ ഷൂട്ട് അതിലൊന്നും വീണില്ല. ഓൾ കുറേ ട്രൈ ചെയ്ത് അവസാനം ഓൾ അതങ്ങോട്ട് നേടിയെടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മളിലൂട്ടൊരു പുണ്യർക്കൊക്കെ ഉറങ്ങി നീച്ചിട്ടുണ്ടേനെ. ഫുഡ് കഴിക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് മാറ്റിയെത്തിയപ്പോൾ തന്നെ നമ്മളെ മക്കൾ ബേജാറായിപ്പോയിണ്ടേനി. പിന്നെ ഓല അങ്ങോട്ട് ആരെടുത്തുക്കും പോണില്ല. ഒരു വിധത്തിൽ ഓല സമാധാനിപ്പിക്കില്ല ഇനി എൻ്റെ പണി. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഈ ഷൂട്ടിൻ്റെ ഷൂസ് പീന്ന് എല്ലാം പറഞ്ഞ് നമ്മളെ ഇലുട്ടനാണെങ്കിലും ഈ ഷൂട്ടിനെ കളിപ്പിക്കുകയും കേട്ടോ. ഈ ഷൂട്ടിക്ക് ചാടി കളിച്ചപ്പോൾ ഓൾ അങ്ങോട്ട് ഹാപ്പി ആയും ചെയ്ത്. പിന്നെ നമ്മളെ കുരുത്തക്കേടുകൾ അവിടെ കിടന്ന് നല്ല പൊരിഞ്ഞ കളിയിൽ തന്നെയും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളൊരു വെഡ്ഡിങ് റിസപ്ഷൻ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.